വൈകിയാണ് തൃപ്പങ്കോട്ട് തിരുമേനി കൃഷ്ണപ്രസാദിനെ വിളിച്ചത്. കൃഷ്ണപ്രസാദെ, കിടന്നോ? ഇല്ല തിരുമേനി. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയുമോ? അറിയാം തിരുമേനി. കിങ്ങിണി മോളുടെ 18-ാം പിറന്നാൾ. അതായത് 18 കഴിഞ്ഞ് 19 പ്രവേശിക്കുന്നു. നാളെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി പാൽപ്പായസം കഴിക്കണം. ഭഗവതിക്ക് ഒരു ചുവന്ന പട്ടും താലിയും കൊടുക്കണം. ചെയ്യാൻ തിരുമേനി. എല്ലാം മംഗളമായി വന്നാൽ നാളെ തന്നെ ആ ശുഭവാർത്ത അറിയാം. എന്താ തിരുമേനി? മറ്റൊന്നുമല്ല, കിങ്ങിണിയുടെ ജാതകവുമായി ചേർന്നൊരു ജാതകം. എൻ്റെ മകൻ്റെ അടുത്ത കൂട്ടുകാരൻ്റെ മകൻ്റെ ജാതകമാണ്. പറഞ്ഞ ലക്ഷണം വെച്ച് കിങ്ങിണിയുമായി ചേരും. നാളെ ജാതകം അവൻ കൊണ്ടുവരും. ഒത്തു നോക്കിയിട്ട് ഞാൻ വിളിക്കാം. നന്നായി പ്രാർത്ഥിച്ചോളൂ. നല്ല കൂട്ടരാണ്. ചെറുക്കനും മിടുക്കനാണ്. ഇത് നടന്ന മോളുടെ ഭാഗ്യം തന്നെയാണ്. ഞാൻ നാളെ വിളിക്കാം എന്നും പറഞ്ഞ് തിരുമേനി ഫോൺ വെച്ചു. ഭഗവാനെ, എൻ്റെ കുട്ടിക്ക് പറ്റിയ ചെറുക്കനാവണേ അത്. കൃഷ്ണപ്രസാദ് മനമൊരുക്കി പ്രാർത്ഥിച്ചു. രാവിലെ മുറിയിൽ തട്ടലും മുട്ടലും തട്ടിമറിക്കലും എല്ലാം കേട്ടാണ് ഫാത്തിമ കണ്ണു തുറന്നത്. അവൾ പതിയെ കണ്ണ് ചിമ്മി തുറന്നു നോക്കുമ്പോൾ കറുത്ത കരയുള്ള സെറ്റും മുണ്ടുമെടുത്ത് എങ്ങോട്ടോ പോകാൻ റെഡിയാവുന്ന കിങ്ങിണിക്കുട്ടിയെയാണ് കണ്ടത്. നീ ഈ കൊച്ചു വെളുപ്പംകാലത്ത് എങ്ങോട്ടാ? ഫാത്തിമ കണ്ണ് തിരുമ്മിക്കൊണ്ട് ചോദിച്ചു. ഇന്നെൻ്റെ പിറന്നാളാ, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണോ? എന്നിട്ടെന്തടി പറയാത്തത്? ഞാൻ പോലും ഓർത്തില്ല. ഇന്നലെ രാത്രിയാണ് ഫൈസിലൊക്കെ വിളിച്ച് അച്ഛൻ പറഞ്ഞത്. ഇത്താത്ത ഉറക്കിയത് കൊണ്ട് ഞാൻ വിളിക്കാഞ്ഞതാ. ഷോ, നിനക്കിപ്പോൾ എന്താടി തരിക? എനിക്കൊന്നും വേണ്ടേ. ആ ഡ്രസ്സ് എങ്ങനെയുണ്ട്? അച്ഛൻ്റെ വകയാ. നേരത്തെ ആളെൻ്റെ പെട്ടിയിൽ എടുത്തു വെച്ചായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. നീ വെളുത്തതായതുകൊണ്ട് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. വഴിയിൽ ചെക്കന്മാരുടെ കമൻ്റടി ഉണ്ടാവും. കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കണ്ട ആണുങ്ങൾ കമൻ്റ് അടിക്കും. അതവരുടെ മൗലിക അവകാശമാണ് എന്ന് കരുതി തെണ്ടിത്തരം കാണിച്ച ചെരുപ്പ് പോയി അടിക്കും. അത് നമ്മുടെ അവകാശം. കിങ്ങിണിയുടെ സംസാരം കേട്ട് ഫാത്തിമയ്ക്ക് ചിരി വന്നു. ശരി ശരി, നീ വേഗം പോയി വാ. അതും പറഞ്ഞ് ഫാത്തിമ വീണ്ടും കട്ടിലേക്ക് ചെരിഞ്ഞു. കിങ്ങിണിക്കുട്ടി പതുക്കെ ഗേറ്റ് തുറന്ന് പുറത്തേക്കിറങ്ങി. 7 കഴിഞ്ഞതേ ഉള്ളൂ. അധികം ആളുകളൊന്നും വഴിയിലില്ല. ഇടയ്ക്കെല്ലാം ഫാത്തിമയുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് കാരണം സ്ഥലങ്ങളെല്ലാം കിങ്ങിണിക്ക് പരിചിതമായിരുന്നു. ഒരു വലിയ പാടം കഴിഞ്ഞ് വേണം അമ്പലത്തിലേക്ക് എത്താൻ. ടാറിട്ട റോഡാണ് അമ്പലത്തിലേക്ക്. റോഡിൻ്റെ ഇരുവശത്തും പാടം. പച്ച വിരിച്ച് കിടക്കുന്ന പാടത്തിന് കുറുകെയുള്ള ടാറിട്ട കറുത്ത റോഡ് വല്ലാത്തൊരു ഭംഗി തന്നെയാണ്. മഞ്ഞിൻ്റെ ചെറിയ തുള്ളികളെല്ലാം നെൽച്ചെടികളിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്നു. ഇഷ്ടം പോലെ തത്തമ്മ കുഞ്ഞുങ്ങൾ വന്ന് വരി വരിയായി ഓരോ മരത്തിൻ്റെ മേലെയും കുറുകി കൊക്കുരുമി ഇരിപ്പുണ്ട്. ചില സിംഗിൾ തത്തമ്മകൾ മാത്രം കിടന്ന് കാഴ്ചകൾ കണ്ട് അവൾ മുന്നോട്ട് നടന്നു. ഉദിച്ചു വരുന്ന ഉദയസൂര്യൻ അവളുടെ മേലേക്ക് പ്രകാശം ചൊരിഞ്ഞു. ഓരോന്നൊക്കെ നോക്കി അമ്പലത്തിലേക്ക് നടക്കുമ്പോഴാണ് ആരോ കൈകെട്ടി പിന്നിൽ നിന്നും വിളിച്ചത്. അവൾ തിരിഞ്ഞു നോക്കി. ഒരു കാക്കാത്തിയമ്മയായിരുന്നു. അവർ മുല്ലപ്പൂവും വിൽക്കുന്നുണ്ട്. കയ്യിൽ ഒരു പൂക്കുടയും ഉണ്ടായിരുന്നു. അവർ ഓടി കിങ്ങിണിയുടെ അടുത്തേക്ക് വന്നു. അഴഹാ ഇറുക്കേ, இந்த മുഖം പാത്ത് ലക്ഷണം സരട്ടുമാ കണ്ണ. അവർ അവളുടെ മുഖത്തിന് നേരെ കൈയൊഴിഞ്ഞു ഞൊട്ട വിട്ടു. വേണ്ടമ്മ, പോട്ടെ, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ന് മോളുടെ പിറന്നാളല്ലേ? അതെ. ഇന്ത വർഷം മോൾ സുമംഗലിയാവും. ശ്രീരാമചന്ദ്രനെ പോലെയുള്ള മനസ്സിൽ പിടിച്ചൊരു രാജകുമാരൻ തന്നെ താലി കെട്ടി കണവനാകും. കിങ്ങിണി കുലുങ്ങി ചിരിച്ചു. കയ്യിൽ കരുതിയ പൈസയിൽ നിന്നും ഒരു 100 രൂപ എടുത്തു കൊടുത്തു. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, പോയി കഴിക്കുക കേട്ടോ. കിങ്ങിണി അതും പറഞ്ഞ് അവരുടെ മൂക്കിലൊന്ന് തട്ടി മുന്നോട്ട് നടന്നു. മുല്ലപ്പൂ വേണോ മോളെ? വേണ്ട ചേച്ചി, കുറച്ച് കഴിഞ്ഞ് വാടാനുള്ളതല്ലേ, പോട്ടെ. അതും പറഞ്ഞ് കിങ്ങിണി മുന്നോട്ട് നടന്നു. രാജകുമാരൻ എന്നെ കേട്ടാൻ വരുമെന്ന്. ചക്രവർത്തിയാണ് വരുന്നത്. ജീവിക്കാനുള്ള ഓരോ പാടേ. കിങ്ങിണി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. 2 മുഴം മുല്ലപ്പൂവ്. 2-3 പേർ പൂവ് മേടിക്കാൻ വന്നപ്പോൾ പൂക്കാരി അതിൻ്റെ തിരക്കിലായിരുന്നു. 1 മുഴം 20 വിലപേശി ആളുകളത് 5-10 രൂപയ്ക്ക് മേടിച്ചുകൊണ്ട് പോയി. പൂ വാങ്ങി നടന്നു പോകുന്ന ഒരാളെ മാത്രം അവർ സൂക്ഷിച്ചു നോക്കി നിന്നു. അവരുടെ കൺകോണിൽ അല്പം മിഴിനീർ പടർന്നു. അയാൾ ഇട്ടിട്ട് പോയ 500 രൂപ കണ്ട് ചിരിയോടെ അവരെ നോക്കി ആ മുഖം ദൂരേക്ക് അകന്നകന്നു പോയി. ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ കിങ്ങിണിക്കുട്ടി. പെട്ടെന്ന് ആരോ പുറകിൽ കിതച്ചുകൊണ്ട് പറയുന്ന പോലെയും ഓടി വരുന്ന പോലെയും കിങ്ങിണിക്ക് തോന്നി.
അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിൽ ആരെയും കണ്ടില്ല. അവളത് കാര്യമാക്കാതെ മുന്നോട്ട് നടന്നു. ഇന്ന് പിറന്നാളാണല്ലേ? വീണ്ടും പിന്നിൽ നിന്ന് ചോദ്യമുണർന്നു. കിങ്ങിണി ചുവടുറയ്ക്കാതെ അവിടെ തന്നെ നിന്നുപോയി. പണ്ടിവിടെ ഏതോ പാലയുണ്ടായിരുന്നെന്നും അതിൽ യക്ഷിയുണ്ടായിരുന്നു എന്നൊക്കെ ഫൈസലിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കണ്ണാ, പ്രേതങ്ങനുമാണോ? അവരിപ്പോൾ പകലും ഡ്യൂട്ടിക്ക് പോകുമോ? കിങ്ങിണി നിന്ന് അടിമുടി വിറച്ചു. ആരാ? കിങ്ങിണി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളിൽ ഭയം പ്രകടമായിരുന്നു. കിങ്ങിണി പരിങ്ങി പതറി ചുറ്റും നോക്കി. ആരാ? കിങ്ങിണി പേടിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു. ആ ചോദ്യത്തിൽ പേടി കലർന്നിരുന്നുവെന്ന് മറഞ്ഞിരുന്നയാൾക്ക് മനസ്സിലായി കാണണം. അയ്യോ പേടിക്കണ്ട, ഞാൻ ഇയാളത് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. റോഡിൻ്റെ സൈഡിലുള്ള കലുങ്കിൻ്റെ അടിയിൽ നിന്ന് കൈ രണ്ടും കൂട്ടി തല്ലി നിഹാൽ ഇറങ്ങി വന്നു. പേടിച്ചോ ഇയാൾ? ഓ, എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്, കിങ്ങിണി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. അതിന് ഞാനറിഞ്ഞു ഇയാൾ പേടിക്കുമെന്ന്. അല്ല, എന്തോർത്താ പേടിച്ചേ? നിഹാൽ ഒരു കുസൃതി ചിരിയോട് ചോദിച്ചു. അതൊന്നുമില്ല. കിങ്ങിണി ഒന്നും പെട്ടെന്ന് പറയാനാകാതെ തപ്പിത്തടഞ്ഞു നിന്നു. നിഹാൽ അവളുടെ അടുത്തേക്ക് പതുക്കെ പതുക്കെ നടന്നു വന്നു. കിങ്ങിണി അവൻ്റെ ആ വരവ് അറിയാതെ നോക്കി നിന്നുപോയി. ബ്ലാക്ക് ഷർട്ടും അതേ കരയുള്ള മുണ്ടും, കയ്യിൽ ഒരു ബ്ലാക്ക് സ്ട്രാഫുള്ള ലേറ്റസ്റ്റ് മോഡൽ ആപ്പിൾ ബ്ലാക്കും, ഒതുക്കി ചീകിയ മുടി, കണ്ണുകളിൽ കുസൃതി ഒളിപ്പിച്ചിരിക്കുന്നു. ഉടുത്തിരിക്കുന്ന മുണ്ടിൻ്റെ ഒരറ്റം പിടിച്ചുകൊണ്ട് തലയെടുപ്പോട് വരുന്ന ആ വരവ് അവൾ നോക്കി നിന്നുപോയി. ഹലോ, എന്താ പകൽക്കിനാവ് കാണുകയാണോ? നിഹാൽ അവളുടെ മുഖത്തിനു മീതെ കൈവീശിക്കൊണ്ട് ചോദിച്ചു. ഏയ് അല്ല, ഒന്നുമില്ല. ചേട്ടനെന്താ ഇവിടെ? ഞാനും അമ്പലത്തിൽ വന്നതാ. ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളാണ്. ഇവിടെയുള്ള അമ്പലമൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ബിരിയാണി അല്ല, ഫൈസിയാണ് പറഞ്ഞത് താൻ രാവിലെ അമ്പലത്തിൽ പോകുന്നുണ്ട്, അപ്പോൾ കൂടെ പോയാൽ മതിയെന്ന്. ഞാൻ കുളിച്ചൊരുങ്ങി വന്നപ്പോൾ ഇയാൾ ഗേറ്റ് കടന്നുപോയി. പിന്നെ ഇയാളുടെ കൂടെ പുറകെ വെച്ച് പിടിച്ചു. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് കണക്കാക്കി ഇറങ്ങുമായിരുന്നല്ലോ. അതൊന്നും സാരമില്ലടോ. ഇന്ന് തൻ്റെയും പിറന്നാളാണല്ലേ? ഫൈസി പറഞ്ഞായിരുന്നു. വിഷ് യു എ ഗ്രേറ്റ് ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അമ്പലത്തിലേക്ക് ഇനി ഒരുപാട് ദൂരമുണ്ടോ ഇവിടുന്ന്? കുറച്ചുകൂടെ പോയാൽ മതി. അല്ല, അവിടെ പൂ വിൽക്കുന്ന സ്ത്രീയുമായിട്ട് എന്തായിരുന്നു ഒരു സംസാരം? അവൻ പതിയെ മുമ്പോട്ട് നടന്നു. എന്തിനാ ഇയാൾ ചിരിക്കണേ? ആ ചേച്ചി പറയുക, എന്നെ ഈ കൊല്ലം ഏതൊരു രാജകുമാരൻ വന്ന് കെട്ടിക്കൊണ്ട് പോകുന്നു. ആ തമാശ കൊള്ളാമല്ലോ. അതേന്നേ, +2 കഴിഞ്ഞതേ പോരാത്തതിന് 18 ആയതേ ഉള്ളൂ എന്ന്. അന്നേരം ആ കല്യാണം. അടി, ഇന്ന് വയസ്സ് പറയാൻ പാടില്ല. നിഹാൽ കൈകൊണ്ട് അവളുടെ തലയ്ക്കൊന്ന് കൊട്ടി. അയ്യോ, മറന്നുപോയി. കിങ്ങിണി പതിയെ മുന്നോട്ട് നടന്നു. ഇയാൾക്ക് മുല്ലപ്പൂ ഇഷ്ടമാണോ? നിഹാൽ ചോദിച്ചു. ആണോ? എന്നിട്ടെന്താ ചേച്ചി മുല്ലപ്പൂ തട്ട് വെച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞത്? കുറച്ച് കഴിയുമ്പോൾ വാടിപ്പോവില്ലേ, പിന്നെന്തിനാ? അതൊക്കെ ശരിയാ, പക്ഷേ ഇന്നത്തെ ദിവസം മുല്ലപ്പൂ ചൂടിയെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. നിഹാൽ മഴയിൽ പൊതിഞ്ഞ കുറച്ച് മുല്ലപ്പൂ അവൾക്ക് നേരെ നീട്ടി. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മുല്ലപ്പൂ, അതുകൊണ്ട് ചുമ്മാ മേടിച്ചതാ. ഇത് ഇയാളെടുത്തോ, എൻ്റെ പിറന്നാൾ സമ്മാനമായി കണ്ടാൽ മതി. നിഹാൽ മഴയിൽ പൊതിഞ്ഞ മുല്ലപ്പൂ അവൾക്ക് നേരെ നീട്ടി. കിങ്ങിണി അത് മേടിക്കാൻ മടിച്ചു നിന്നപ്പോൾ നിഹാൽ അത് അവളുടെ കയ്യിൽ പിടിപ്പിച്ചു കൊടുത്തു. അവളതെടുത്ത് തലയിൽ ചൂടി. ഇപ്പോൾ നല്ല സുന്ദരിയായി കുട്ടിയായിട്ടോ. പെൺകുട്ടികളായാലും അത്യാവശ്യം ഒരുങ്ങിയൊക്കെ നടക്കണം, ഓവറാകരുതെന്ന് കരുതി. പക്ഷേ താൻ ഭയങ്കര ഡിഫറെൻ്റ് സ്റ്റൈലാണ് മൊത്തത്തിൽ. ഒരു ശ്യാമള കോമള. അവനത് കളിയാക്കി പറഞ്ഞപ്പോൾ കിങ്ങിണി ചിരിച്ചു. എനിക്ക് ചെമ്പകപ്പൂക്കളാണ് ഏറെ ഇഷ്ടം, കിങ്ങിണി പറഞ്ഞു. അതാരും തലയിൽ ചൂടാറില്ലല്ലോ. ചേട്ടൻ ഒരുപാട് സംസാരിക്കുന്ന സ്വഭാവമാണല്ലേ? അതെ, അധിക പ്രസംഗമുണ്ട്. തോന്നി. ഓവറായോ ഞാൻ? ഇല്ല. കുറച്ചു നേരം അവർ പരസ്പരം മിണ്ടിയില്ല. മുന്നോട്ട് നടന്നു. പിന്നെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് നിഹാൽ ചോദിച്ചു. ഇയാളുടെ ശരിക്കുള്ള പേര് കിങ്ങിണിയെന്നാണോ? അല്ല, അത് വീട്ടിൽ വിളിക്കുന്നതാണ്. ശരിക്കുള്ള പേര് ചഞ്ചല. ചഞ്ചല ഇതിനു മുൻപ് എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അവൻ്റെ ആ ചോദ്യം കേട്ട് കിങ്ങിണി അവിടെ തന്നെ നിന്നു. വേറെ ഒന്നുമല്ല, എനിക്ക് നല്ല പരിചയം തോന്നുന്നുണ്ട്, അതാ.
ഒരു കള്ളനോട്ടം അവൾക്ക് നേരെ നിഹാൽ അറിഞ്ഞു. അത് അത് എന്നെ ഒന്ന് രക്ഷിച്ചത് ചേട്ടനല്ലേ? അപ്പോൾ അറിയാം. എന്നിട്ടെന്താ ഇന്നലെയൊക്കെ അറിയാത്ത പാവം നടിച്ചിരുന്നത്? അത് ചേട്ടൻ എന്നെ മനസ്സിലായി കാണില്ലാന്ന് കരുതി. അന്ന് ഇത്തിരി നേരമല്ലേ നമ്മൾ കണ്ടോളൂ. എന്നെ മറന്നു കാണുമെന്ന് കരുതി. ഒരു ചമ്മലോടെ കിങ്ങിണി പറഞ്ഞൊപ്പിച്ചു. കിങ്ങിണി പറഞ്ഞത് കേട്ട് നിഹാലൊന്ന് ഞെട്ടി. സെയിം. ഇയാൾക്കും ഇതേ പ്രോബ്ലം ആയിരുന്നോ? എനിക്കും. എന്നെ ഇയാൾ ഓർക്കുന്നില്ലായിരിക്കുന്നതാണ് ഞാൻ ഓർത്തത്. അതാ പിന്നെ ചോദിക്കാഞ്ഞത്. ആൾ മാറി എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്താവും? വടി കൊടുത്ത് അടി വാങ്ങേണ്ടെന്ന് കരുതി. ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും സാമ്യത ഉണ്ടല്ലോ കൃഷ്ണ, കിങ്ങിണി മനസ്സിൽ പറഞ്ഞു. നമ്മുടെ വിചാരങ്ങൾ തമ്മിൽ ഏകദേശം ഒരേ വേവ്ലെങ്താണ് തോന്നുന്നു. കിങ്ങിണി മനസ്സിൽ പറഞ്ഞത് നിഹാൽ പുറത്ത് അവൾ കേൾക്കെ പറഞ്ഞു. കിങ്ങിണി ഒന്ന് ഞെട്ടിയെങ്കിലും അവളുടെ ചുണ്ടിൽ ഒരു പാൽ പുഞ്ചിരി വിരിഞ്ഞു. അന്ന് ഇയാൾ ഡാൻസ് ചെയ്ത് നന്നായിരുന്നു കേട്ടോ. അന്ന് അഭിപ്രായം പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷനൊന്നും അല്ലായിരുന്നല്ലോ. അതാ ഇപ്പം പറഞ്ഞത്. താങ്ക് യു. അവർ രണ്ടാളും നടന്ന് അമ്പലത്തിലെത്തി. അമ്പലത്തിൻ്റെ വാതിൽക്കലെത്തിയതും അതിൻ്റെ പടികൾ കണ്ട് നിഹാൽ വെളിയിൽ കൈ കൊടുത്ത് കണ്ണും തള്ളി നിന്നു. ദൈവമേ, ഇത് മുഴുവനും കയറാനോ? നിഹാൽ പടിക്കെട്ടുകൾ നോക്കിക്കൊണ്ട് ചോദിച്ചു. 21 പടികളുണ്ടായിരുന്നു അത്. കിങ്ങിണി ചെരുപ്പൂരി ഇട്ടിട്ട് കുളത്തിൽ പോയി കൈയും കാലും കഴുകി തിരിച്ചു വന്നു. അവൾ മാറിയപ്പോൾ നിഹാലും അതുതന്നെ ചെയ്തു. മെഴുക്കാണ് ഇവിടെ മുഴുവൻ. നെയ്യും എണ്ണയെടുക്കുന്ന അമ്പലത്തിൻ്റെ കുളത്തിൽ മെഴുക്കല്ലാതെ മെഴുകുതിരി ഉണ്ടാവുമോ? ഷോ, ശരിയാണല്ലോ. പക്ഷെ നല്ല കുളമല്ലേ? നല്ല ഫീല് കിട്ടുന്നുണ്ട്. ഈ കല്യാൺ പാർട്ടീസിനൊക്കെ ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം. ആമ്പൽപ്പൂവ്, തെളിനീർ പോലുള്ള വെള്ളം, ഫ്രഷ് എയർ, കൽപ്പടവ്, മൊത്തത്തിലൊരു നൊസ്റ്റാൾജിക് ഫീലുണ്ട്. വേവുന്നില്ലേ? നിഹാൽ ചിരിച്ചുകൊണ്ട് അവൾക്കൊപ്പം നടന്നു. മാനം കാൽ തെറ്റി പെയ്യാൻ കാത്തു നിൽക്കുന്നു. നിഹാലും കിങ്ങിണിയും നടന്ന് അമ്പലത്തിൻ്റെ പടിക്കലെത്തിയപ്പോൾ മഴ പെയ്തു. രണ്ടാളും കൂടി വേഗം അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി. നനഞ്ഞോ? നിഹാൽ ചോദിച്ചു. ചെറുതായിട്ട്. അല്ല, നട കയറാൻ മടിയായിരുന്നല്ലോ. പിന്നെ എങ്ങനെ കയറി? അത് സാഹചര്യം ഇതായി പോയില്ലേ? അപ്പം സാഹചര്യം അനുസരിച്ച് മറുകണ്ഠം ചാടാൻ അറിയാമല്ലേ? ചെറുതായിട്ട്. കാലുവാരൽ പ്രസ്ഥാനവും ഉണ്ട്. കിങ്ങിണി ഒന്നും മിണ്ടിയില്ല. മഴ പെയ്യുന്നത് കൊണ്ട് ചുറ്റമ്പലത്തിൽ വെള്ളം വീഴുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പ്രദക്ഷിണം വയ്ക്കാതെ അവിടെ തന്നെ നിന്നു. ശ്രീകോവിലിൽ ചുവന്ന പട്ട് ചാർത്തി നിൽക്കുന്ന ദേവിക്ക് വല്ലാത്ത ഭംഗി തോന്നി. നിഹാലും കിങ്ങിണിയും പെയ്യുന്ന മഴ നോക്കി നിന്നു. ഇടയ്ക്ക് എപ്പോഴോ നിഹാലിൻ്റെ നോട്ടം തന്നിലേക്ക് പാറി വീഴുന്നത് അവൾ അറിഞ്ഞു. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അവൾ മറച്ചു വെച്ചുകൊണ്ട് നിന്നു. അവനും, എന്താ ദേവി, എനിക്ക് ഈ കുട്ടിയോട് ഒരുതരം ആത്മബന്ധം തോന്നിപ്പോകുന്നത്? ഒരു സഹോദര സ്നേഹമോ സൗഹൃദഭാവമോ പ്രണയമോ ഒന്നുമല്ല. പേര് പറഞ്ഞു വിളിക്കാൻ കഴിയാത്തൊരു ബന്ധമുള്ളതുപോലെ. പെയ്യുന്ന മഴയിൽ ദേവിയുടെ വിഗ്രഹത്തിൽ നോക്കി മനസ്സിൽ നിഹാൽ ചോദിച്ചു. മടക്കയാത്രയിൽ അവർ നന്നായി പരിചയപ്പെട്ടു. നിഹാൽ പെട്ടെന്ന് അവളോട് നിൽക്കാൻ പറഞ്ഞ് പാടത്തിൻ്റെ കരയിൽ പിടിച്ചു നിർത്തി. എന്താ? ഒരേ കളർ ഡ്രസ്സും ബാക്ക്ഗ്രൗണ്ടും അടിപൊളിയല്ലേ? അതാ. നല്ല ഭംഗിയുണ്ടല്ലേ? നിഹാൽ ചോദിച്ചു. നമുക്കൊരു സെൽഫി എടുക്കാം. എന്തിന്? കിങ്ങിണി ചോദിച്ചു. ഒരു ചെറിയ കുസൃതിക്കാം. അവൾ ഒറ്റപ്പുരികം പൊക്കി അവനെ ഒന്ന് നോക്കി. പിന്നീട് സമ്മതിച്ചു. ഒരകലം പാലിച്ചു നിന്ന കിങ്ങിണിയെ കുറച്ചുകൂടി അടുത്തേക്ക് നിർത്തി നിഹാൽ ഫോട്ടോ എടുത്തു.